ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫെബ്രുവരി 9 ഞായർ, ധനഹ കാലത്തിൻ്റെ 6ാമത്തെ ഞായറാഴ്ച. ഇന്ന് പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ. ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകം 24-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം ഹെബ്രായ ലേഖനം 8-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ടൈറ്റിൽ കണ്ടിട്ട് ഓടി വന്നവർ പലരും കാണും, സമ്പന്നർക്ക് ഒരു സുവിശേഷം. യഥാർത്ഥത്തിൽ ഇന്നത്തെ ബൈബിൾ ഭാഗങ്ങളിലൂടെ, പ്രത്യേകിച്ച് പഴയ നിയമ ഭാഗത്തൂടെ കടന്നു പോയപ്പോൾ എനിക്ക് ലഭിച്ച ചിന്ത അതാണ്. അതായത് കർത്താവ് സമ്പന്നരോട്, സമ്പന്നർ എന്ന് പറയുമ്പോൾ കയ്യിൽ കാശുള്ളവർ എന്ന് മാത്രം അർത്ഥമാക്കുന്നില്ല. തീർച്ചയായിട്ടും അവർ സമ്പന്നരാണ്. സമയമുള്ളവർ, ആരോഗ്യമുള്ളവർ, കഴിവുകളുള്ളവർ, പണമുള്ളവർ, ഈ 4 ഗണവും അതിനകത്ത് വരും. പണമുള്ളവർ, ആരോഗ്യമുള്ളവർ, സമയമുള്ളവർ, കഴിവുകൾ ഏറെയുള്ളവർ, അവരൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സമ്പന്നരാണ്. അത്തരം എല്ലാ സമ്പന്നരും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ദൈവം ഏതെങ്കിലും വിധത്തിൽ നമ്മളെ സമ്പന്നരാക്കിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കേണ്ട ധ്യാനമാണ് ഇന്നത്തേത്. ഒപ്പം നമ്മുടെ കൂട്ടത്തിൽ സമ്പന്നരാണെന്ന് നമ്മൾ ധരിക്കുന്നവരിലേക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം. സമ്പന്നർക്ക് ഒരു സുവിശേഷം, അതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. ഇന്ന് പല ഡൈമെൻഷൻസിൽ നമുക്ക് ചിന്തിക്കാം. ഞാൻ കുറച്ചധികം ഭാഗം ഒഴിവാക്കിയിട്ട് ഒരു കാര്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചു വേണം ഇത് കൂടാൻ. ഞാൻ ഇതിനു മുമ്പ് ബ്ലസ് വന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. ഞായറാഴ്ചത്തത് മുടക്കാത്തത് കൂടുതൽ ആളുകൾ ഒരുങ്ങി പള്ളിയിൽ പോകുന്ന ദിവസമല്ലേ, അതുകൊണ്ട് കേട്ടിട്ട് പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ സ്നേഹമുള്ള കുറച്ച് അച്ഛന്മാർ, അവർക്കൊരു പ്ലാൻ കിട്ടും എന്ന് അച്ഛന്മാർ പറയുന്നു ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടുകൂടിയാണത്. സൺഡേയിലത് എത്ര തിരക്കുണ്ടെങ്കിലും മുടക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. കൽക്കട്ടയിലാണ്, മദർ തെരേസ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നു, ഫുജറയിൽ നേരെ കൽക്കട്ടയിലേക്കാണ് വന്നത്. ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 5 ദിവസങ്ങളായി. ഇനിയും കുറച്ച് ദിവസങ്ങളും കൂടെ ഉണ്ട്. 9 ദിവസത്തെ ധ്യാനമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം. കഴിഞ്ഞ വർഷവും ഞാനിവിടെ ധ്യാനിപ്പിച്ചതാണ് കൽക്കട്ടയിൽ സിസ്റ്റേഴ്സിനെ. ഈ വർഷവും അവർ ധ്യാനം അങ്ങനെ ആവശ്യപ്പെട്ട് നടത്തിയതാണ്. ദൈവം സഹായിച്ച അടുത്ത വർഷവും 26-ലെ ധ്യാനവും അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. 2027-ൽ 7 ധ്യാനങ്ങൾ ഇവരുടെ സിസ്റ്റേഴ്സിന് എല്ലാവരെയും കവർ ചെയ്യുന്ന രീതിയിൽ നടത്താവോ എന്ന് അവർ ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളങ്ങ് എളിമപ്പെടാൻ കിട്ടുന്ന അവസരമാണ് കർത്താവ് ഉപകരണമാക്കുന്നതും. ഒപ്പം ഇവരുടെ നന്മയുടെ കുറച്ച് പങ്ക് നമുക്ക് കിട്ടുമല്ലോ, അതാണ് ആഗ്രഹം കേട്ടോ. അത് അവരെ നമുക്ക് എന്ത് പറഞ്ഞ് നന്നാക്കാനാണ്. അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവാനുഗ്രഹം കിട്ടുകയും ഒപ്പം അതിൻ്റെയൊക്കെ മെച്ചം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചും കൂടിയാണ് ഈ ധ്യാനമൊക്കെ നടത്തുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ധ്യാനം നമ്മൾ ആരംഭിക്കുന്നത്, ഇന്നത്തെ ഈ ബ്ലസ് 364 ഈ റിഫ്ലക്ഷൻ, ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുന്ന 1-2 വാക്യങ്ങളെയാണ് നമ്മൾ ബേസ് ചെയ്യുന്നത്. 27-ാമത്തെ വാക്യം എടുത്തേ, ബൈബിൾ എടുക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 27-ാമത്തെ വാക്യം. യോഹന്നാൻ പ്രതിവചിച്ചു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ഒന്നും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പം നൽകിയതെല്ലാം സ്വർഗത്തിൽ നിന്നാണ് എന്ന സൂചന അവിടെ ലഭിക്കുന്നു. 30-ാമത്തെ വാക്യം, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ തീം. സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. 2-ാമത്തെ കാര്യം, അവൻ വളരണം, ഞാൻ കുറയണം. ഇനിയിപ്പോൾ ഞാൻ കുറയുന്നത് അടുത്ത ഘട്ടമല്ലേ, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ അത്രയൊന്നും പ്രോ വേർഷനിലേക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ആദ്യത്തെതെങ്കിലും ഒന്ന് ധ്യാനിക്കണം. അവൻ വളരണം, അല്ലെങ്കിൽ അവനും വളരണം എന്നെങ്കിലും ഒന്ന് ചിന്തിക്കാൻ തുടങ്ങണം. നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് പറ്റണമെന്നില്ല. അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ശ്രമിച്ചിട്ട് പാളിപ്പോകുന്ന നല്ലത്. കുറഞ്ഞ പക്ഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്കിലും നമുക്ക് തുടങ്ങണ്ടേ. അതായത് യോഹന്നാൻ പറയുന്ന ആ പോളിസി ഉണ്ടല്ലോ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇപ്പം ഇതിനകത്ത് നമുക്ക് കല്ല് കടിക്കുന്നത് ഞാൻ കുറയണോ, നടക്കൂല എന്ന് പറയുന്ന ലൈനാണ്. അതുകൊണ്ട് അതവിടെ വെയിറ്റ് ചെയ്യുക. അത് പതുക്കെ വിശുദ്ധിയുടെ പടവുകൾ കയറി തുടങ്ങുമ്പോൾ നമ്മളത് പഠിക്കും. നമ്മൾ കുറയാൻ ആദ്യം പഠിക്കേണ്ടത് അവരനെ വളരാൻ അനുവദിക്കുക.
അപരനെ വളരാൻ അനുവദിക്കുന്ന ഒരു ആത്മീയ സംസ്കാരം നമുക്ക് പഠിച്ചെടുക്കണം. ലെറ്റ് ഹിം ഗ്രോ. വളരാൻ മറ്റുള്ളവരെ അനുവദിക്കുക. കാരണം ഓർക്കേണ്ടത്, ഒരിക്കൽ നീയും ചെറുതായിരുന്നു, കർത്താവ് അനുവദിച്ചത് കൊണ്ടാണ് നീ വളർന്നത് എന്ന് മനസ്സിലാക്കുക. അതാണ് യോഹന്നാൻ മുമ്പ് പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ കഴിയില്ലെന്ന് ഓർത്തുകൊള്ളുക. ഇനി നമുക്ക് ഒന്നാമത്തെ വായനയിലേക്ക് പോയി. യഥാർത്ഥത്തിൽ ഞാൻ ഇതിൻ്റെ കണക്ഷൻ ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് ത്രെഡാണ്. ഈയിടെയും കൂടെ കട്ടപ്പുറം അച്ഛൻ, ഞങ്ങളുടെ രൂപതയിലെ സ്നേഹമുള്ള ഒരു അച്ഛനാണ് കട്ടപ്പുറം അച്ഛൻ. അച്ഛൻ എന്തോ പറഞ്ഞ വഴിക്ക് ഇങ്ങനെ നമ്മളെ ചെറുതായിട്ട് കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, ത്രെഡ് വല്ലോ ആവോ എന്ന രീതിയിൽ ത്രെഡ് എന്നുള്ള വാക്കാണ് ഞാൻ സാധാരണ ഈ കണക്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്കിന്നും ഒരു ത്രെഡ് കണ്ടെത്താൻ പറ്റും. പഴയ നിയമ വായനകളും ഈ സുവിശേഷ ഭാഗവും തമ്മിൽ. നിർഭാഗ്യവശാൽ ഹെബ്രായ ലേഖനത്തിൽ ഈശോയുടെ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്ന ആ ഭാഗത്ത് ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഉണ്ടായിരിക്കും, പക്ഷേ എന്നെക്കൊണ്ട് സാധിച്ചില്ല. നമ്മളപ്പോൾ ഇന്ന് പഴയ നിയമത്തിൽ 2 വായനയും സുവിശേഷത്തിലെ ഈ ഭാഗമാണ്, ഈ തീമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ലോഞ്ചിങ് തീം അതാണ്. 2 കാര്യങ്ങൾ മനസ്സിൽ കിടക്കട്ടെ. ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഇന്നത്തത് സമ്പന്നർക്കുള്ള സുവിശേഷമാണ്. പ്രത്യേകിച്ച് അവരാണിത് ഗൗരവത്തോടെ എടുക്കേണ്ടത്. സ്വർഗത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ കഴിയുകയില്ല. 2, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഞാൻ കുറയുന്ന കാര്യം ഇപ്പോഴേ ചിന്തിക്കാൻ വയ്യെങ്കിൽ തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. കുറഞ്ഞ പക്ഷം അവൻ വളരണം എന്നെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങാം നമുക്ക്. ഇനി നമുക്ക് 1-ാം വായനയിലേക്ക് പോകാം. നിയമാവർത്തന പുസ്തകം 24-ാം അധ്യായം. ബൈബിൾ എടുക്കണേ. നിയമാവർത്തനം 24-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നിയമാവർത്തനം 24-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് ഇന്നുള്ള ഹോംവർക്ക് ഈ പഴയ നിയമ വായനകൾ 2ഉം മനസ്സിരുത്തി വായിക്കണം. അതായത് നിയമാവർത്തന പുസ്തകത്തിലെ ഞാൻ ഈ പറയുന്ന ഭാഗവും യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഇന്നത്തെ 2-ാം വായനയും, ഈ 2 വായനയും ബ്ലസ് 364ൻ്റെ ഈ പ്രേക്ഷകരുണ്ടല്ലോ, നമ്മുടെ ഫീഡ് മൈ ഷീപ്പിൻ്റെ സഹയാത്രികർ, നിങ്ങളെങ്കിലും എഫേർട്ട് എടുക്കണം. മറ്റുള്ളവർ ആവശ്യപ്പെടണം, ഇത് സമയം എടുത്തൊന്ന് വായിക്കാൻ. സൺഡേ അല്ലേ, ലോർഡ്സ് ഡേ അല്ലേ, കർത്താവിൻ്റെ ദിവസത്തിലേക്ക് ഒരുങ്ങുകയല്ലേ, ഇത്തരം കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ചെയ്യാൻ മനസ്സ് കാണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതിനകത്ത് 1-ാം വായനയിൽ, അതായത് ബൈബിളിൻ്റെ പഴയ നിയമം തൊട്ട ഈ ചിന്തയുണ്ടെന്നുള്ളത്. ഏത് ചിന്ത? 2 ചിന്തകൾ. ഒന്നാമത്തത്, സ്വർഗത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല. 2, അങ്ങനെ സ്വീകരിച്ച നീ, സ്വർഗത്തിൽ നിന്നെല്ലാം സ്വീകരിച്ച നിനക്ക് ഉണ്ടാകേണ്ട ബോധ്യമാണ് അവൻ വളരണം. ഇത് കൃത്യമായിട്ട് പഴയ നിയമം തൊട്ടേ കിടപ്പുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ വായിച്ചേ, 14-ാം വാക്യം തൊട്ട് വായിച്ചേ. ഇത് സഭയുടെ അല്ലെങ്കിൽ ബൈബിളിൻ്റെ സോഷ്യൽ ടീച്ചിങ് ആണത്. അഗതിയും ദരിദ്രനുമായ കൂലിക്കാരനെ അവൻ നിന്റെ സഹോദരനോ നിന്റെ നാട്ടിലെ പട്ടണങ്ങളിലൊന്നിൽ വസിക്കുന്ന പരദേശിയോ ആകട്ടെ നീ പീഡിപ്പിക്കരുത്. അവൻ്റെ കൂലി അന്നന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കൊടുക്കണം. അവൻ ദരിദ്രനും അതിനായി കാത്തിരിക്കുന്നവനുമാണ്. ഇത് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞതാണ്. വേലക്കാരന് കൂലി നിഷേധിക്കരുത് എന്ന് പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതായത് കൃത്യമായി നമ്മൾ പറയാറുള്ള വാക്കാണ്. നോക്കിക്കേ, അവൻ നിനക്കെതിരെ കർത്താവിനോട് നിലവിളിച്ചാൽ നീ കുറ്റക്കാരനായി തീരും എന്നൊക്കെ പറഞ്ഞു വരുന്നത്. എന്നിട്ട് പിന്നീട് കർത്താവ് മെയിൻ ട്രസ്റ്റ് കൊടുക്കുന്നൊരു വാക്യം ഇതാണ്. ഇത് പല ആവർത്തി നിങ്ങൾക്കിവിടെ വായിക്കാൻ പറ്റും. 18-ാമത്തെ വാക്യം വായിച്ചേ. നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചുവെന്നും നീ ഓർക്കണം. അതായത് മറ്റുള്ളവനോട് നീ അല്പം ആർദ്രത കാണിക്കുമ്പോൾ നിന്റെ മനസ്സിലുണ്ടാകേണ്ട വിചാരം, നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്നും ദൈവമായ കർത്താവ് അവൻ്റെ കരത്താലെ നിന്നെ അവിടുന്ന് മോചിപ്പിച്ചതാണെന്നുമുള്ളൊരു ഓർമ്മ, ഒരു വിചാരം എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് ബാക്കി ഈ 19-ാമത്തെ വാക്യം തൊട്ടാണ് നമ്മൾ ഗൗരവത്തോടെ എടുക്കേണ്ടത്. നിന്റെ വയലിൽ വിളവ് കൊയ്യുമ്പോൾ ഒരു കറ്റ അവിടെ മറന്നിട്ട് പോന്നാൽ അതെടുക്കാൻ തിരികെ പോകരുത്. യഥാർത്ഥത്തിൽ ആ കറ്റയ്ക്ക് മേൽ നിനക്ക് അവകാശമുണ്ട്, നിന്റെ തന്നെ, അത് ഒരു സംശയമില്ല. പക്ഷേ അതിനി എടുക്കാൻ നീ അങ്ങോട്ട് തിരിച്ചു പോകണ്ട. എന്നിട്ട് അടുത്തത് 20-ാമത്തെ വാക്യം. ഒലിവ് മരത്തിൻ്റെ ഫലം തല്ലിക്കൊഴിക്കുമ്പോൾ കൊമ്പുകളിൽ ശേഷിക്കുന്നത് പറിക്കരുത്. ഒലിവ് മരത്തിൻ്റെ ചില്ല ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തല്ലി അതിൻ്റെ ഇങ്ങനെ പുറത്തോട്ട് തെറിച്ച് വീഴുമ്പോൾ അത് പെറുക്കി എടുത്താണ് മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ തല്ലിക്കൊഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയും അതേ കുറച്ചെണ്ണം ഇരിപ്പുണ്ടായിരിക്കും. അത് പിന്നെ പറിക്കാൻ പോകരുത്, അതവിടെ കിടക്കട്ടെ. എന്നിട്ട് വീണ്ടും താഴേക്ക് വരുമ്പോൾ മുന്തിരിത്തോട്ടത്തിലെ, നോക്കിക്ക് 21-ാമത്തെ വാക്യം, മുന്തിരിത്തോട്ടത്തിലെ പഴം ശേഖരിക്കുമ്പോൾ കാല പെറുക്കരുത്. മുന്തിരി പറിച്ച് പോയി കഴിയുമ്പോൾ കുറേ ലെഫ്റ്റ് ഔട്ട്സ് ഉണ്ടായിരിക്കും അവിടെ. അതാ കൊലയിലും കാണും താഴെയും കാണും. ഇനി അത് പെറുക്കാൻ നീ പുറകെ പോകരുത്. ലെറ്റ് ഇറ്റ് ബി ദെയർ.
ലെറ്റ് ഇറ്റ് ബി ദെയർ. അതായത് ഇതിനെല്ലാം നീ ഓർക്കേണ്ടത്, ഇതിൻ്റെയൊക്കെ മേൽ അവന് അവകാശമുണ്ട്. അവൻ എടുത്തുകൊണ്ട് പൊക്കും. നിൻ്റെയാണ്, പക്ഷെ അവൻ എടുത്തുകൊണ്ട് പൊക്കോട്ടെ. ദരിദ്രൻ, പരദേശി, വിധവ. ദരിദ്രൻ, വിധവ, പരദേശി. അതാണ് ആവർത്തിച്ച് ഉപയോഗിക്കുന്നത്. പരദേശിക്കും വിധവയ്ക്കും അനാഥനും ഉള്ളതാണ്. കർത്താവ് പല പ്രാവശ്യം പറയുകയാണ്. നോക്കിക്കേ, ഞാൻ ഈ പറഞ്ഞ 19-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം, 21-ാമത്തെ വാക്യം, അതിൻ്റെ എല്ലാം ഒടുക്കം പിന്നെയും കർത്താവ് പറയുന്നതാണ്, നിന്റെ സകല പ്രവർത്തികളിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഉള്ളതായിരിക്കട്ടെ. അതായത് നീ എടുത്തതിൻ്റെ മിച്ചോടെ കടപ്പില്ലേ, അത് വന്ന് ദരിദ്രനും വിധവയും അനാഥനും പരദേശിയും ഒക്കെ എടുത്തോണ്ട് പോകുമ്പോൾ അത് നിനക്ക് അനുഗ്രഹമായിട്ട് മാറും. അത് നിനക്ക് അനുഗ്രഹമായിട്ട് മാറും. നീ കാലാപെറുക്കാൻ പോകാതെ അതിനെ അവിടെ അവശേഷിപ്പിച്ചിട്ട് പോകുമ്പോൾ, അത് അവരെടുത്തുകൊണ്ട് പോകുമ്പോൾ അത് നിനക്ക് അനുഗ്രഹമായിട്ട് മാറും. അതെങ്ങനെയാണ് നിനക്ക് അനുഗ്രഹമായിട്ട് മാറുന്നതെന്നറിയാവോ? അത് അറിഞ്ഞിരിക്കണം. അതായത് നിന്റെ വിളവിൻ്റെ ഒരു പങ്ക് ദരിദ്രനും വിധവയും അനാഥനും എടുത്തുകൊണ്ട് പോകാൻ നീ അനുവദിക്കുമ്പോൾ അത് നിനക്ക് അനുഗ്രഹമായിട്ട് മാറുമെന്ന് ബൈബിളിൻ്റെ വാഗ്ദാനമാണ്. അതെങ്ങനെയാണ് അനുഗ്രഹമായിട്ട് മാറുന്നത്? കാരണം കർത്താവ് മുകളിൽ നിന്ന് കാണുന്നുണ്ട്. നിന്റെ വയലിൽ കർത്താവ് സമൃദ്ധി തരുമ്പോൾ ആ സമൃദ്ധിയുടെ പങ്ക് ഇല്ലാത്തവനിലേക്ക് കൂടെ പോകുന്നുണ്ട്. അത് കാണുന്ന ദൈവം എന്ത് ചെയ്യും? നിനക്ക് അടുത്ത തവണയും സമൃദ്ധി തരും. അത് ആരെ ഓർത്തിട്ടാ? നിന്നെ ഓർത്തിട്ട് മാത്രമല്ല, നിന്റെ സമൃദ്ധിയുടെ പങ്ക് പറ്റുന്ന ഒരു സമൂഹം അപ്പുറത്തില്ലേ, അവരെ കൂടി ഓർത്ത് കർത്താവ് ആരെ അനുഗ്രഹിക്കും? നിന്നെ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കണം ഈ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഒന്ന്, നിനക്കത് അനുഗ്രഹമാകും. രണ്ടാമത്തത്, പിന്നെ അവസാനം കൺക്ലൂഡ് ചെയ്യുകയാണ് 22-ാമത്തെ വാക്യം. വീണ്ടും എടുത്തേ, അടിവരയിട്ട് വെച്ചേ, നീ ഈജിപ്തിൽ അടിമയായിരുന്നുവെന്ന് ഓർക്കണം. നീ ഈജിപ്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സമ്പന്നരായവരോടാണ് ഇന്ന് കൂടുതൽ സംസാരിക്കുന്നത്. എല്ലാവർക്കും കേൾക്കണം ഇത്, പക്ഷേ മെയിൻ ത്രസ്റ്റ് അവരോടാണ്. അതായത് പൂർവ്വകാലത്തെ ഓർക്കണം പ്രിയമുള്ളവരെ. കർത്താവ് ഇത്രത്തോളം നമ്മളെ വളർത്തിയില്ലേ, ഇവിടം വരെയൊക്കെ നമ്മളെ എത്തിച്ചില്ലേ, ആ സ്മരണ ഉണ്ടാകണം. പഴയൊരു സിനിമയിൽ സോമൻ പറഞ്ഞ ഡയലോഗല്ലേ, സ്മരണ ഉണ്ടാകണം തിരുമേനി എന്ന് പറയുന്നത് പോലെയാണ്. സ്മരണ ഉണ്ടാകണം, ഓർമ്മകൾ ഉണ്ടാകണം. ആ ഓർമ്മ നന്മ ചെയ്യാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തരാം. നമ്മളൊരാൾക്ക് ഒരു കാര്യം കൊടുക്കും അല്ലേ, നമ്മളോടൊരു സഹായം ചോദിക്കും, നമ്മൾ അവർക്ക് സഹായം കൊടുക്കും. ഈ പറഞ്ഞ കേസിലോ സഹായം ചോദിക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. മറിച്ച് ആവശ്യക്കാരൊരാൾ നമ്മുടെ അവിടെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം നമ്മളോട് കർത്താവ് പറയുന്നത് എന്താ? അവനെ അതിനെ അനുവദിച്ചേക്കുക. അവനെ അനുവദിച്ചേക്കുക. രണ്ടും വ്യത്യാസമുണ്ട്. എന്നെ വ്യത്യാസം അറിയാം. ഏതാ കൂടുതൽ മെച്ചം? കൂടുതൽ മെച്ചം എടുത്തുകൊണ്ട് പോകാൻ അനുവദിക്കുന്നതാണ്. അതിനെന്താ കാര്യം? അവിടെ അവൻ്റെ അഭിമാനം മുറിപ്പെടുന്നില്ല. അവൻ നന്ദിയോടെ നിന്നെ ഓർക്കും. മറ്റിടത്തുണ്ടല്ലോ, നിന്നോട് വന്ന് ചോദിക്കുമ്പോൾ അവൻ താഴുകയാണ്, കൊടുക്കുമ്പോൾ നീ സുപ്പീരിയർ ആകുകയാണ്. ആൻഡ് ഹീ ബിക്കംസ് ഇൻഫീരിയർ. ഇവിടെ ആ പ്രശ്നമൊന്നുമില്ല. ആവശ്യക്കാരൻ അവൻ്റെ അവസ്ഥ കൊണ്ട് വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. നിനക്കറിയാം അവൻ എടുത്തുകൊണ്ട് പോകുന്നു. അത് അനീതിയല്ലേ, അത് കള്ളത്തരമല്ലേ, മോഷണമല്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. മറിച്ച് അവൻ്റെ ആവശ്യം കൊണ്ട് അവൻ ചെയ്തു പോകുന്നതാകുമ്പോൾ നീ അതിനെ അനുവദിക്കുന്നിടത്തോളം അവൻ്റെ കുറ്റബോധത്തിനുള്ള സാധ്യതയില്ലാതെ വി ആർ ലെറ്റിംഗ് ഹിം ഡു ദാറ്റ്. ശരിക്കും അത് വലിയ പുണ്യമാണ്. മറ്റതുണ്ടല്ലോ, നമ്മൾ പറയത്തില്ലേ, ചിലപ്പോൾ ചോദിച്ചാൽ പോരെ തരത്തില്ലേ, പക്ഷെ ചോദിക്കാൻ ഭയങ്കര പാടാണെന്നേ. നമുക്കൊക്കെ ഇല്ലേ ഈ അഭിമാനം എന്നൊരു സാധനമില്ലേ? അത് സമ്പന്നർക്കും ദരിദ്രർക്കും ഉണ്ടല്ലോ. അത് അനാഥനും വിധവയ്ക്കും പരദേശിക്കും ഒക്കെ ഉണ്ടല്ലോ. അതിനെ ഒഫൻഡ് ചെയ്യണ്ട, അവനെ അനുവദിച്ചേക്കുക. ലെറ്റ് ഹിം ടേക്ക് ഇറ്റ്. നമുക്കറിയാം നമ്മളെ ഒരു വശത്തൂടെ കുറച്ചൊക്കെ ചൂഷണം ചെയ്യുകയാണെന്നറിയാം. പിന്നെ നമ്മൾ ഓർക്കണം പോട്ടെ, സാരമില്ല, കർത്താവ് തരുന്നുണ്ടല്ലോ ഇപ്പുറത്തൂടെ ഒത്തിരി. അതുകൊണ്ട് കർത്താവ് ഇനിയും തന്നോളും. ഈജിപ്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവ് ഇനിയും നിനക്ക് തരും എന്ന് വിശ്വസിക്കണം. അതുകൊണ്ട് നന്മ ചെയ്യാൻ മടുപ്പ് തോന്നരുത്. ഒന്ന്, ലെറ്റ് ഹിം ടേക്ക് ഇറ്റ്. അത് എടുക്കാൻ നമ്മളിനി പിന്നെ പുറകെ പോകരുത്. രണ്ടാമത് പറഞ്ഞ കാര്യം, അങ്ങനെ ചെയ്യുമ്പോൾ നിന്നെ കർത്താവ് ഇനിയും അനുഗ്രഹിക്കും. മൂന്നാമത് പറഞ്ഞ കാര്യം, നീ പൂർവ്വകാലത്തെ ഓർക്കണം. ഈജിപ്തിൽ അടിമയായിരുന്ന പൂർവ്വകാലത്തെ നീ ഓർക്കണം. നാലാമത്തത്, ചാരിറ്റി ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യമാണ് എടുത്തുകൊണ്ട് പോകാൻ നിശബ്ദനായി ഒരു നോട്ടം കൊണ്ട് പോലും അവനെ മുറിവേൽപ്പിക്കാതെ അനുവദിക്കുന്നത് ഉപരിയായ പുണ്യമാണ് എന്ന് ഓർക്കണം. അവൻ വളരണം. ഉന്നതത്തിൽ നൽകപ്പെട്ടില്ലെങ്കിൽ ആരും ഒന്നും സ്വീകരിക്കില്ലെന്ന് ഓർത്തേക്കണേ. എനിക്ക് നൽകിയ ഉന്നതം ഇനിയും എനിക്ക് നൽകും. സ്വർഗം ഇനിയും എനിക്ക് കവാടം തുറന്ന് സമൃദ്ധി വർഷിക്കുമെന്ന് വിശ്വസിക്കണം. രണ്ടാമത്തെ വായനയും ഇതിനോട് ചേർന്ന് തന്നെ മനസ്സിലാക്കാം. കിട്ടേണ്ടതൊക്കെ ഈ വായന നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ.
നമുക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ ഈ വായനയിൽ തന്നെ നമ്മുടെ ആ സുവിശേഷം നമ്മൾ ലോഞ്ച് ചെയ്ത ആ തീം നമുക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. എന്നാലും അതിനെ ഒന്നുകൂടെ ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ, ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈ രണ്ടാമത്തെ വായന നമ്മളെ സഹായിക്കും. എടുത്തേ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം, യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആ 7-ാമത്തെ വാക്യമൊക്കെ എത്ര കൃത്യമായിട്ടെന്നറിയാം ഈ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കർത്താവ് നമുക്ക് നൽകിയ എല്ലാറ്റിനെയും പ്രതി തൻ്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്തിന് ചെയ്ത മഹാനന്മയെയും പ്രതി ഞാൻ അവിടുത്തെ ദയാവായ്പിനൊത്ത് അവിടുത്തെ കാരുണ്യത്തെ പ്രകീർത്തിക്കും, ഞാൻ അവിടുത്തേക്ക് കീർത്തനങ്ങൾ ആലപിക്കും. കർത്താവ് എന്നോട് കാട്ടിയ കരുണയെ ഞാൻ അനുസ്മരിക്കും, ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കും, ഞാൻ കർത്താവിന് കീർത്തനങ്ങൾ ആലപിക്കും. ആക്ച്വലി ഇറ്റ്സ് വർഷിപ്പിംഗ്. ദൈവാരാധന ഉയരും. ഒരു വശത്തുകൂടെ ഞാൻ ഇതുപോലത്തെയുള്ള പരസ്നേഹ പ്രവർത്തികളിൽ ഞാൻ ഏർപ്പെടും, അവരന് വേണ്ടി പങ്കുവയ്ക്കും. ഒപ്പം പൂർവ്വകാലം തൊട്ടിന്നോളം എൻ്റെ കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ കൃതജ്ഞതയുടെ കീർത്തനങ്ങൾ തിരുമുമ്പാകെ നിരന്തരം ആലപിക്കും. 9-ാമത്തെ വാക്യം, അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവമല്ലേ അത്? കഴിഞ്ഞ കാലങ്ങളിൽ കേവലം ഒരു ദൂതനെ അയക്കുകയല്ല കർത്താവ് ചെയ്തത്, അവൻ നേരിട്ടിറങ്ങി വന്ന് നമ്മളോട് കരുണ കാണിച്ചു, അവൻ്റെ കരങ്ങളിൽ നമ്മളെ വഹിച്ചു. ആ നന്ദി, ആ ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. പക്ഷേ നമുക്ക് സംഭവിക്കാൻ പോകുന്നൊരു വിപത്താണ് അടുത്ത വാക്യം. നോക്കിക്കേ 10-ാമത്തെ വാക്യം, എന്നിട്ടും അവർ എതിർത്തു. ഇത്രയൊക്കെ ചെയ്ത ദൈവത്തെ അവരെതിർത്തു, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് സ്മരണയില്ലാതിരിക്കുകയും ആ അനുഗ്രഹങ്ങൾക്ക് ആനുപാതികമായ നന്മ നമ്മളിൽ നിന്നുണ്ടാകാതിരിക്കുകയും ആ അനുഗ്രഹങ്ങൾക്ക് ആനുപാതികമായ കീർത്തനങ്ങൾ, കൃതജ്ഞതയുടെ കീർത്തനങ്ങൾ നമ്മൾ ആലപിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ സങ്കടപ്പെടുത്തുകയാണെന്ന് ഓർത്തേക്കണേ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. നമ്മൾ കേട്ട ചിന്തകൾ നമ്മൾ സ്നാപക യോഹന്നാനിൽ നിന്ന് ആരംഭിച്ചു. ഉന്നതത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. കർത്താവാണ് എല്ലാം തരുന്നത്. രണ്ടാമത്തത്, അവൻ വളരണം, ഞാൻ കുറയണം. അവൻ വളരണം, അപരനെയും വളരാൻ അനുവദിക്കുന്ന, ലെറ്റ് ഹിം ലിവ്, ലെറ്റ് ഹിം ഗ്രോ, അവനെ ജീവിക്കാൻ അനുവദിക്കുന്ന, അപരനെ വളരാൻ അനുവദിക്കുന്ന ഒരു ആത്മീയ സംസ്കാരം, ഒരു ജീവിതശൈലി നമുക്കുണ്ടാകട്ടെ. എന്നിട്ട് നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് കേട്ടതൊക്കെ ഓർക്കുക. അവനെ അനുവദിക്കുക, എടുത്തുകൊണ്ട് പോകാൻ. അത് എടുത്തുകൊണ്ട് അനുവദിക്കേണ്ടത് എന്താ? അങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ദൈവം നിന്നെ അധികമായി, രണ്ടാമത്തെ കാര്യം, ദൈവം നിന്നെ അധികമായി അനുഗ്രഹിക്കും. നിനക്ക് സമൃദ്ധി ഉണ്ടാകും. നിനക്ക് സമൃദ്ധി ഉണ്ടായാൽ ആ സമൃദ്ധിയുടെ പങ്ക് ഒരുപാട് പേരിലേക്ക് എത്തുമെന്ന് കാണുന്ന ദൈവം ഇനിയും നിന്നെ അനുഗ്രഹിക്കും. 3, നിനക്ക് സ്മരണ ഉണ്ടാകണം. പൂർവ്വകാലത്ത്, ഇവിടെയും പറഞ്ഞതാണ്, പൂർവ്വകാലത്ത് അവിടുന്ന് നിന്നെ കരങ്ങളിൽ വഹിച്ചത് നീ ഓർമ്മിക്കണം. ആ ഓർമ്മ നിന്നെ കൊണ്ട് ഇനിയും നല്ലത് ചെയ്യിപ്പിക്കണം. നന്ദി ഉയർത്തണം കർത്താവിലേക്ക്. 4-മത്തത്, ചാരിറ്റി ചെയ്യുന്നതിനേക്കാൾ, നമ്മുടെ കയ്യിലുള്ളത് എടുത്തു കൊടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എടുത്തു കൊണ്ടുപോകാൻ. അവിടെ നമ്മൾ മണ്ടനാകുകയാണ്. ശരിക്കും നമ്മൾ മണ്ടനാകുന്നുണ്ട്. സ്റ്റിൽ അങ്ങനെ മണ്ടനാകാൻ ചില നേരങ്ങളിൽ നിന്നു കൊടുക്കുമ്പോൾ അതുപരിയായ പുണ്യമാണെന്ന് തിരിച്ചറിയണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായേ, നീ ഞങ്ങൾക്ക് നൽകിയ സമ്പത്തിൻ്റെയും കഴിവുകളുടെയും സമയത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും നല്ല പങ്ക് അപരനിലേക്ക് മുറിച്ചും പകുത്തും നൽകാൻ തക്ക വിധം ഞങ്ങളിൽ നീ ഞങ്ങളെ വളർത്തിയതിൻ്റെ ഓർമ്മകൾ ഉണ്ടാകട്ടെ. ഓർമ്മകൾ തുടർന്നും നല്ലതായിരിക്കുവാനും പങ്കുവയ്ക്കുവാനും ആരാധന ഉയർത്തുവാനും ഞങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.